യേശു കർത്താവിന് വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബം ബഥാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് പാലസ്തീനിൽ ഉണ്ടായിരുന്നു. യേശു കർത്താവിന് വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബം. ആ കുടുംബത്തിൽ 3 പേരുണ്ടായിരുന്നു. അവിടെ ആ 3 പേരാണ് മാർത്ത, മറിയം, ലാസർ. ഈ ലാസർ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹിതനായിരുന്നു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിന്, ദൈവത്തിന് ഈ ഭൂമിയിൽ താനായിരുന്നപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ആ സ്നേഹിതൻ്റെ പേര് ലാസർ എന്നായിരുന്നു. ഈ പഴയ നിയമം പഠിക്കുമ്പം ദൈവത്തിനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ആ സ്നേഹിതൻ വേറെ ആരുമല്ലായിരുന്നു, അബ്രഹാം ആയിരുന്നു. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അത് വലിയ ആഴമുള്ള ഒരു സന്ദേശം തന്നെയാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം സ്നേഹിതന് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിക്കുവാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. യേശു നമ്മുടെ നല്ല സ്നേഹിതനാണ്. നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. തൻ്റെ കൂട്ടുകാരന് വേണ്ടി, തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹം ഈ ലോകത്തിൽ മറ്റൊന്നില്ല എന്ന് യേശു ക്രിസ്തു വ്യക്തമാക്കി. ചിലപ്പോൾ നല്ലൊരു ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ, നല്ലൊരു സ്നേഹിതൻ, നല്ലൊരു സ്നേഹിത, ചതിക്കാത്ത, വഞ്ചിക്കാത്ത, അസൂയയില്ലാത്ത നല്ലൊരു സ്നേഹിതൻ, നല്ലൊരു സ്നേഹിത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ, വാസ്തവമായി ഞാൻ പറയട്ടെ, നമ്മുടെ മനസ്സ് അവരുടെ മുമ്പിൽ തുറക്കുവാനും നമ്മുടെ ഭാരങ്ങൾ പങ്കുവയ്ക്കുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ കഴിയാൻ നമുക്കൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. ലാസർ യേശുവിൻ്റെ സ്നേഹിതനായിരുന്നു, യേശു ലാസറിൻ്റെ സ്നേഹിതനായിരുന്നു. അങ്ങനെ കർത്താവ് വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ് ബഥാനിയയിലെ ഈ വീട്. ഇത് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ ആരംഭിക്കുന്നത് മാർത്തയുടെയും അവളുടെ സഹോദരിയായ മറിയയുടെയും ഗ്രാമമായ ബഥാനിയ എന്നാണ്. ആ ഗ്രാമം, ആ വില്ലേജ് മാർത്തയുടെയും മറിയയുടെയും പേരിൽ അറിയപ്പെടാനുള്ളതിൻ്റെ കാരണം അവരുടെ ഭവനത്തിൽ യേശു വന്നതുകൊണ്ടാണ്. ആ സ്ഥലം ഒരു കുടുംബത്തിന് പേരിൽ അറിയപ്പെടാനുള്ളതിൻ്റെ കാരണം, ആ കുടുംബത്തെ മറ്റുള്ള കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിയതിൻ്റെ കാരണം യേശു അവരിലും ആ കുടുംബത്തിലും വന്നതാണ്. യേശു നിങ്ങളിൽ വന്നാൽ, യേശു നിങ്ങളുടെ കുടുംബത്തിൽ വന്നാൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് വളരെ അടുപ്പം പുലർത്തിയിരുന്ന ആ കുടുംബവും യേശുവിൻ്റെ സ്നേഹിതനായ ലാസർ, ആ ലാസർ ദീനമായി രോഗം പിടിപെട്ടു. ആ സമയത്ത് യേശു അവിടെ ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് യഹൂദിയ ദേശത്ത് യേശുവിൻ്റെ ശുശ്രൂഷയോട് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നൊരു സ്ഥലമാണ്. കർത്താവിൻ്റെ മിനിസ്ട്രിയെ ഭയങ്കരമായി എതിർത്ത സ്ഥലമാണ്. ലാസറിനെ കാണാൻ വേണ്ടി യേശു കർത്താവ് ഈ ബഥാനിയിലേക്ക് വരുന്ന സമയത്ത് ഈ 11-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നുണ്ട്, ഗുരുവേ, നീ ഇപ്പോൾ ബഥാനിക്ക് പോകരുത്, ഇപ്പോൾ തന്നെ അവിടുത്തെ യഹൂദന്മാർ നിന്നെ കല്ലെറിയാനായിട്ട് കാത്തിരിക്കുകയാണ്, ഇപ്പോൾ അവിടെ പോകുന്നത് നന്നല്ല എന്ന് യേശുവിനോട് ശിഷ്യന്മാർ പറയുന്നുണ്ട്. അത്രത്തോളം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിക്ക് എഗൻസ്റ്റായിട്ട് നിന്ന ആൾക്കാരുണ്ടായിരുന്നൊരു സ്ഥലവും, യേശു ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച, യേശു ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച, യേശു കർത്താവ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടത്തിയ ഒരു പ്രദേശവുമായിരുന്നു. എന്നാൽ അവിടുത്തെ മകനാകുന്ന ലാസർ ദീനമായി കിടന്ന വിവരം യേശുവിനെ അറിയിച്ചപ്പോൾ യേശു കർത്താവ് അതിന് മറുപടി പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ്. ലാസറിന്റെ മരണവാർത്തയും കർത്താവിനോട് അറിയിപ്പാനിടയായി. എന്നാൽ എൻ്റെ വിഷയം ഇതൊന്നുമല്ല. ലാസർ മരിച്ചു എന്നറിഞ്ഞ് കർത്താവ് 4-ാമത്തെ ദിവസം ലാസറിനെ അടക്കിയ, കല്ലറയിൽ അടക്കിയതിൻ്റെ 4-ാം നാൾ യേശു കർത്താവ് ആ വീട്ടിൽ ചെന്നു. ആ ഭവനത്തിൽ ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം, നല്ല അംശം തിരഞ്ഞെടുത്ത ആ മറിയം വാസ്തവമായിട്ടും വളരെ പിണങ്ങി മാറിയിരുന്ന, ഇറങ്ങി വരാതിരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. മാർത്തയാണ് യേശുവിനെ വന്ന് റിസീവ് ചെയ്തത്, സ്വീകരിച്ചത്. അപ്പം ഈ മാർത്ത യേശുവിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നോക്കിയാൽ മാർത്ത പറയുന്നുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നിട്ട് അടുത്ത വാക്കിൽ പറയുന്നു, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും പിതാവ് നിനക്ക് തരുമെന്ന് ഞങ്ങൾക്കറിയാം. അവളോ ലാസറിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേട്ട് പുനരുത്ഥാനം ചെയ്യുന്ന, ഉദ്ധാരണം ചെയ്യുന്ന ആ നാഴികയെക്കുറിച്ചാണ് മാർത്ത യേശുവിനോട് പറയുവാനിടയായത്. അപ്പോൾ അവിടെ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്,
ആ സഹോദരി യേശുവിനോട് പറയുകയാണ്, ജിജി പാസേ ആ വാക്യം ഒന്ന് വായിച്ചേ. ആ സഹോദരി യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അല്ലേ? വായിച്ചേ. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബെഥാനിയ യെരുശലേമിന് അരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയും മറിയയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടെന്ന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. 21 വാക്യം, യോഹന്നാൻ 11:21. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. 22 വാക്യത്തിൽ ഇപ്പോഴും സഹോദരി പറയുകയാണ്, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും, that even now whatsoever you ask to God, God will give it thee. നീ ഇപ്പോഴും എന്ത് ദൈവത്തോട് പറഞ്ഞാലും, നീ ഇപ്പോഴും ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. അപ്പോ 23, 24 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശു അവളോട് പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു അവളോട് പറഞ്ഞു. 24 വാക്യത്തിൽ മാർത്ത അതിന് യേശുവിനോട് മറുപടി പറയാണ്, അതേ കർത്താവ്, എനിക്കത് അറിയാം. പണ്ട് ബൈബിൾ ക്ലാസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. കാരണം ചില ആഴ്ചകൾക്ക് മുമ്പ് അവിടുന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം പഠിപ്പിച്ചപ്പോൾ 10-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും ഒക്കെ പറഞ്ഞല്ലോ, കല്ലറയിലുള്ളവർ അവിടുത്തെ ശബ്ദം കേൾക്കുമെന്നും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേൽക്കുന്ന നാഴിക വരുമെന്ന് അങ്ങ് പഠിപ്പിച്ച ബൈബിൾ ക്ലാസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരനും അന്ന് ഉയർക്കുമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വലിയ ദൈവികമായ ആശയമുണ്ട്, ഒരു വെളിപ്പാടുണ്ട്. മാർത്ത പറയുകയാണ്, ഗുരു, ഇന്നലകളിൽ നീ എൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഒരത്ഭുത സൗഖ്യം പ്രാപിച്ചേനെ. പക്ഷേ എന്ത് ചെയ്യാനാ, അവിടുന്ന് വന്നില്ല. ഇന്നലകളിൽ ഒരത്ഭുതം നടന്നില്ല, ഇന്നലകളിൽ ഒരു വിടുതൽ നടന്നില്ല. എനിക്കതിൽ പ്രയാസമൊന്നുമില്ല യേശുവേ. എനിക്ക് ഉറപ്പുണ്ട്, നാളുകളിൽ, കാഹളം ധ്വനിക്കുന്ന നാളുകളിൽ, പുനരുത്ഥാനത്തിന്റെ നാളുകളിൽ എൻ്റെ സഹോദരൻ ഉയർക്കും. അപ്പൊ 2 തരത്തിലുള്ള വിശ്വാസമാണ് മാർത്തയ്ക്കുണ്ടായിരുന്നത്. 2 തരത്തിലുള്ള വിശ്വാസം. ഒന്ന്, ഇന്നലകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം. 2, നാളുകളിൽ പ്രവർത്തിക്കാൻ പോകുന്ന ദൈവത്തിലുള്ള വിശ്വാസം. ഇത് രണ്ടും നമ്മളിലും ഉണ്ട്. ഇന്നലകളിൽ നമ്മളെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. ഇന്നലകളിൽ നമ്മളെ നടത്തിയ കർത്താവിനെ നമുക്കറിയാം. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ഭുതകരമായി നടത്തിയ നമ്മുടെ ദൈവം തുടർന്ന് നടത്താൻ വിശ്വസ്തനാണെന്നേ എന്നൊക്കെ നമ്മളും പറയാറുണ്ട്. ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തെ, ഇന്നലകളിൽ അത്ഭുതം ചെയ്ത ദൈവത്തെ നമുക്കറിയാം. നമ്മൾ അവൻ്റെ പൊന്നുനാമത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, സാരമില്ല, ഇപ്പോഴത്തെ പ്രശ്നമൊന്നും ഓർക്കണ്ട, വറീഡാകണ്ട, വരുന്ന നാളുകളിൽ. പ്രവാചകന്മാരും അങ്ങനെ പറയുന്നു, മകനെ, വരുന്ന നാളുകളിൽ. അല്ലെ, ദൂത് പറയുന്നവരും തലയിൽ കൈവച്ച് അങ്ങനെ പറയുന്നത്, വരുന്ന നാളുകളിൽ, അടുത്ത മാസങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ ഇതാ നിനക്കായി ഒരു വഴി തുറക്കപ്പെടാൻ പോകുന്നു. അപ്പൊ ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തെ നമുക്കറിയാം, നാളുകളിൽ ദൈവം പ്രവർത്തിക്കുമെന്നും നമുക്കറിയാം. ആ 2 ഉറപ്പുള്ളവരൊന്ന് ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞേ. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നത് പോലെ ആ 2 ഉറപ്പുള്ളവർ ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തിന് സ്തോത്രം. ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറും, നാളുകളിൽ ഒരു അത്ഭുതം നടക്കും എന്ന ഉറപ്പ് എനിക്കുണ്ട്. ഈ 2 വിശ്വാസവും മാർത്തയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം നീ എൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. സാരയില്ല, അടുത്ത നാളുകളിൽ, പുനരുത്ഥാന നാളുകളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ ആ വാക്കിന്റെ മുൻപിൽ യേശു പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. അവനെ വെച്ച സ്ഥലം എവിടെ? അവനെ വെച്ച സ്ഥലം എവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മാർത്തേ, ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തെ കുറിച്ച് നിനക്കറിവുണ്ട്. നാളുകളിൽ പ്രവർത്തിക്കും, നാളുകളിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് നിനക്ക് വിശ്വാസമുണ്ട്. പക്ഷെ നിനക്കറിയാത്തൊരു വെളിപ്പാട് ഞാൻ നിന്നോട് പറയാം, നിനക്കറിയാത്തൊരു സത്യം ഞാൻ നിന്നെ അറിയിക്കാം. ഞാൻ ഇന്നലകളുടെ ദൈവം മാത്രമല്ല, ഞാൻ നാളുകളുടെ ദൈവം മാത്രമല്ല, ഞാൻ ഇന്നിന്റെയും ദൈവമാണ്.
അവനെ വെച്ച സ്ഥലം എവിടെ? ഇന്ന് നിന്റെ സഹോദരൻ ഉയർക്കാൻ പോവുകയാണ്. ഇന്ന് നിന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെങ്കിൽ എത്ര പേർ പറയും, എന്റെ യേശു ഇന്നലകളുടെ ദൈവം മാത്രമല്ല, അവൻ നാളുകളുടെ ദൈവം മാത്രമല്ല, അവൻ എന്റെ ഇന്നിന്റെ ദൈവമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് forever. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത ദൈവം. അതുകൊണ്ട് ഇന്നലകളിലല്ല നാം ജീവിക്കേണ്ടത്, നാളുകളിലല്ല നാം ജീവിക്കേണ്ടത്. നമ്മുടെ ഇന്നുകളെ അത്ഭുതകരമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പരിശുദ്ധാത്മാവിന്ന് ആ നിയോഗം തരുമ്പോൾ പ്രിയ ദൈവമക്കൾ കൈകൾ ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് പറഞ്ഞ്, യേശുവേ, ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഇന്നിന്റെ ദൈവമേ, ഇന്നലകളിൽ എന്നെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. നാളുകളിൽ അവിടുന്ന് കരുതുമെന്ന വാഗ്ദത്വം എനിക്കുണ്ട്. പക്ഷേ നീ ഇന്നലകളുടെ ദൈവം മാത്രമല്ല, നീ നാളുകളുടെ ദൈവം മാത്രമല്ല, നീ ഇന്നിന്റെയും ദൈവമാണ്. നീ ഇപ്പോഴും എൻ്റെ കർത്താവാണ്. നിനക്കിപ്പോഴും പ്രവർത്തിപ്പാൻ കഴിയും. ഒരു സെക്കൻഡ് മതി കർത്താവെ അങ്ങയ്ക്ക് അത്ഭുതം ചെയ്യുവാൻ. ഒരു സെക്കൻഡ് മതി കർത്താവെ അങ്ങയ്ക്കൊരു വിടുതൽ അയക്കുവാൻ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ വർഷങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുന്ന, വർഷങ്ങളായി ദുഷ്ടൻ അടച്ചു വെച്ചിരിക്കുന്ന ആ വഴികളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിൽ ഉള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിന്റെ പരമവിളിയെ ലാക്കാക്കി ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിക്കുകയാണ്. റോമൻസ് ചാപ്റ്റർ 7 വേർഡ്സ് 15 to 24. അവിടെ ഇങ്ങനെയാ കാണുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഹല്ലേലൂയ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ഞാൻ ചെയ്യുന്നത്. പക്ഷേ ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. ആ ഭാഗം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. 23-ാമത്തെ വാക്യം, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. 24-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അലറി കരഞ്ഞുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അവിടെ കാണാം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്. ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് ഒരു വിടുതൽ ഉണ്ടാകുവാൻ കഴിയുന്നത്? അവിടെ 11-ാമത്തെ ആ വാക്യത്തിനകത്ത് സ്തോത്രം, അടുത്ത അധ്യായം, നെക്സ്റ്റ് ചാപ്റ്റർ, റോമൻസ് ചാപ്റ്റർ 8 24 കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 7-ാം അധ്യായം അല്ലേ എടുത്തേ. 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ആരെന്നെ വിടുവിക്കും? എൻ്റെ അവയവങ്ങളോട് പോരാടുന്ന, എൻ്റെ ബുദ്ധിയോട് പോരാടുന്ന, എൻ്റെ ചിന്തകളോട് ഫൈറ്റ് ചെയ്യുന്ന, എൻ്റെ മാനസിക സ്ഥിതികളോട് ഫൈറ്റ് ചെയ്യുന്ന ഈ ഫൈറ്റിങ്ങിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും, ആരെന്നെ വിടുവിക്കുമെന്ന് അലറി പ്രാർത്ഥിച്ചുകൊണ്ട് ആ അധ്യായം നിർത്തിയിട്ട് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം
നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, പൗലോസ് പറയുകയാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ബൈബിൾ വായിക്കുന്നവർ, പ്രിയപ്പെട്ടവർ. ഇത് കഥയല്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞത് ലാസറിന്റെയൊക്കെ ചരിത്രമാണ്, കേൾക്കാൻ വളരെ രസമുണ്ടായിരുന്നു. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എന്നിൽ വസിക്കുന്ന പാപം, എന്നിൽ വസിക്കുന്ന തിന്മ അതെന്റെ അവയവങ്ങളോട് പോരാടുന്നു. എവിടെയാ പോരാട്ടം? എൻ്റെ വീടിനെതിരെ അല്ല പോരാട്ടം, എൻ്റെ പണത്തിനെതിരെ അല്ല പോരാട്ടം, എൻ്റെ ഏതെങ്കിലും വസ്തുക്കൾക്കെതിരെ അല്ല പോരാട്ടം, എൻ്റെ ജോലിക്കെതിരെ അല്ല, സാലറിക്കെതിരെ അല്ല, അതിനകത്തൊന്നുമല്ല പോരാട്ടം. പിന്നെ എവിടെയാ പോരാട്ടം? ആ പോരാട്ടം നടക്കുന്നത് എൻ്റെ അവയവങ്ങളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ആ അവയവങ്ങളാണ് എന്നെ പാപത്തിന്റെ പ്രമാണത്തിന് ബദ്ധനാക്കുന്നത്. ബദ്ധനാക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ബന്ധിക്കുന്നത്. ഈ രണ്ട് പദങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എവിടെയാണ് പോരാട്ടം? എവിടെയാണ് ബന്ധനം? എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു, എന്നെ ബന്ധിക്കുന്നു. എവിടെയാണ് ബന്ധനം? എവിടെയാണ് പോരാട്ടം? എൻ്റെ അവയവങ്ങളിൽ, എൻ്റെ ചിന്തകളിൽ. ആ ചിന്തകളിൽ, അവയവങ്ങളിൽ വന്ന പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, ആ പാപത്തിന്റെ പോരാട്ടത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഹല്ലേലൂയ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? Who shall deliver me from the body of this death? ഹല്ലേലൂയ. അതിന്റെ ഉത്തരമാണ് 8-ാം അധ്യായം 1-ാമത്തെ വചനം. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വായികൾ തുറന്നു പറയുക, യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഫ്രം ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ എനിക്ക് ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം. അതാണ് യോഹന്നാൻ 8:33 നമ്മൾ വായിക്കുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി തീരും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അവയവങ്ങളോട്, നിങ്ങളുടെ ചിന്തയോട്, നിങ്ങളുടെ ബുദ്ധിയോട്, നിങ്ങളുടെ ജീവിതത്തോട് പോരാടുന്ന പോരാട്ടങ്ങളിൽ നിന്നും, ആ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ ബദ്ധനാക്കി കളയുന്ന സാഹചര്യങ്ങളുടെ മേലും യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ജയമുണ്ടാകട്ടെ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തം അയച്ചു, പാപജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആ പുത്രനേറ്റ ശിക്ഷാവിധിയാൽ, ആ പുത്രൻ സ്വീകരിച്ച, ആ ജഡത്തിൽ സ്വീകരിച്ച ആ വേദനയാൽ, അടിപ്പിണരാൽ, താൻ ചുമന്ന ക്രൂശിനാൽ, താൻ ഏറ്റെടുത്ത ആ പീഡ സഹന കാൽവറി മരണത്താൽ നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായി. ഞാൻ എന്ത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ടോപ്പിക് ആങ്സൈറ്റിയും ഫിയറുമാണ്. ആകുലത, ആശങ്ക, പിരിമുറുക്കങ്ങൾ, സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവങ്ങൾ, എവിടെയൊക്കെയോ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ. ഇവിടെ സാക്ഷാൽ പൗലോസ് പോലും തമ്പുരാനോട് അലറിക്കരഞ്ഞു. ഇങ്ങനൊരു സാഹചര്യത്തിന് മുമ്പിൽ ജഡത്തിലും ചിന്തയിലും ബുദ്ധി
ബുദ്ധിയിലും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ തന്നെ ബദ്ധനാക്കി കളഞ്ഞ പാപത്തെക്കുറിച്ച്, തന്നെ ബദ്ധനാക്കി കളഞ്ഞ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ട് താൻ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു വന്നതെന്ന് പൗലോസ് അടുത്ത അധ്യായത്തിൽ എഴുതി വെച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര വലിയ ബന്ധനങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വലിയ തിന്മകൾ ഉണ്ടെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, എത്ര വലിയ പോരാട്ടങ്ങൾ ഉണ്ടെങ്കിലും, അത് ജഡത്തിലോ ആത്മാവിലോ ചിന്തയിലോ വികാരങ്ങളിലോ എവിടെയോ ആകട്ടെ, എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാ സമയവും യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം തരുന്ന ഒരു പിതാവുണ്ട്. അധരങ്ങൾ തുറന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുക, എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാ സമയവും യേശു ക്രിസ്തു മുഖാന്തിരം എനിക്ക് ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പാസ്റ്റർ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം? ആ ജയത്തിന്റെ കാരണം എന്താ? എപ്പോഴും നാം അറിയേണ്ട ഒരു സത്യം, ജയിച്ചവന് മാത്രമേ നമ്മളെ ജയിപ്പിക്കാൻ പറ്റൂ. ഹല്ലേലൂയ, സ്തോത്രം. MBBS പഠിച്ച് അതിൻ്റെ അടുത്തടുത്ത പഠനങ്ങൾ MD ഒക്കെ എടുത്ത് അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത് നല്ലൊരു ഡോക്ടറായി മാറിയ ഒരു സഹോദരനോട് സഹോദരിയോട് എൻട്രൻസ് എക്സാമിന് പോകുന്നതിന് മുൻപ്, എൻട്രൻസിന്റെ കോച്ചിങ്ങിന് പോകുന്നതിന് മുമ്പ്, മെഡിസിന് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ആ മേഖലകളെ കുറിച്ച് ചോദിച്ചാൽ ആ മേഖലകളിൽ വിജയിച്ച മനുഷ്യൻ പറഞ്ഞു തരും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എവിടെയാണ് നിങ്ങൾ ചേരേണ്ടതെന്നൊക്കെ. ജയിച്ചവന് മാത്രമേ നിങ്ങളെ ജയത്തിലേക്ക് നയിക്കാൻ കഴിയൂ. ഈ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ ലേഖനകർത്താവ് പറയുന്ന ഒരു വസ്തുതയുണ്ട്, ഒരു വചനമുണ്ട്. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. അബ്രഹാം തന്റെ ദശാംശം, തന്റെ ടൈത്ത് തന്റെ പുരോഹിതനായ മൽക്കീസേദേക്കിന് കൊടുത്തപ്പോൾ, എബ്രായർക്കെഴുതിയ ലേഖനത്തിലെ വചനമാ, മൽക്കീസേദേക്കിന്, തന്റെ പുരോഹിതന്, തന്റെ പാസ്റ്റർ, തന്റെ പുരോഹിതന് അബ്രഹാം തന്റെ ദശാംശം കൊണ്ട് കൊടുത്തപ്പോൾ മൽക്കീസേദേക്ക് എന്ത് ചെയ്തു? അബ്രഹാമിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. ഉയർന്ന പ്രതലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ താണ പ്രതലത്തിൽ നിൽക്കുന്നവനെ കൈ കൊടുത്ത് ഉയർന്ന പ്രതലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന പോരാട്ടങ്ങളിൽ നിന്നും, എൻ്റെ അവയവങ്ങളോട് പോരാടുന്ന പോരാട്ടങ്ങളിൽ നിന്നും, പാപത്തിൻ്റെ പ്രമാണത്തിൽ എന്നെ ബദ്ധനാക്കി കളയുന്ന ബന്ധിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും എനിക്ക് എങ്ങനെയാ വിടുതലുണ്ടാകുന്നേ? യേശു നിമിത്തം. അതിൻ്റെ കാരണം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ വായിക്കണം. എന്നാൽ അതിൻ്റെ 5-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. റെവലേഷൻ ചാപ്റ്റർ 5 വേഴ്സ് 5 and 9, 2 വാക്യം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും ആയവൻ പുസ്തകവും അതിലെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിലെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. വെളിപ്പാട് 5-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടോ ഒരു പുസ്തകം കണ്ടു. 2-ാമത്തെ വാക്യം പറയുന്നു, ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ദൂതനെ കണ്ടു. ഈ പുസ്തകം ആര് തുറക്കും, അതിന്റെ മുദ്ര ആര് പൊട്ടിക്കുമെന്ന് സ്വർഗത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. 3-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്, പുസ്തകം തുറക്കുവാനോ നോക്കാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. അപ്പൊ സ്വർഗത്തിൽ ഭയങ്കര ഒരു ചർച്ച നടക്കുകയാണ്. സ്വർഗത്തിൽ ഭയങ്കര ഒരു ആശയക്കുഴപ്പം നിൽക്കുകയാണ്. ഈ പുസ്തകം ആര് തുറക്കും, ഈ മുദ്ര ആര് പൊട്ടിക്കും? കാരണം ഈ പുസ്തകം തുറക്കാനോ അതിനകത്തോട്ടൊന്ന് നോക്കാൻ പോലും, അതിനകത്തൊന്ന് നോക്കാൻ പോലും സ്വർഗത്തിലും
ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും സാധിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യരായി ആരെയും കാണായ കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാൻ പറയുകയാണ്, ഞാൻ വളരെ കരഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ 5-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, അപ്പോൾ മൂപ്പന്മാർ ഒരുത്തൻ പെട്ടെന്ന് അവിടുത്തെ സാഹചര്യം മാറുകയാണ്, എന്നോട് കരയണ്ട. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിലെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. കരയണ്ട. ഈ സാഹചര്യം, ഈ പ്രതിസന്ധി, ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അനുഭവം എങ്ങനെ ഓവർകം ചെയ്യും? ആര് പുസ്തകം തുറക്കും? ആരത് എടുക്കും? ആരതിലേക്ക് നോക്കുമെന്ന സാഹചര്യത്തിന്റെ നടുവിൽ ഈ ഭൂമിയിലും സ്വർഗത്തിലും ആരെയും കാണാതിരുന്നപ്പോൾ മൂപ്പന്മാരിൽ, എൽഡർമാരിൽ ഒരുവൻ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരുവനുണ്ട് ഈ പുസ്തകം തുറക്കുവാൻ യോഗ്യനായവൻ. അവൻ മറ്റാരുമല്ല, അവൻ ജയം പ്രാപിച്ചവനാണ്. വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവിൻ നാമത്തിൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ വെളിപ്പാട് 5:9 വരുമ്പോൾ, ഹല്ലേലൂയ, അതിശ്രദ്ധേയമായ വാക്യം, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. യേശുവിനെ നോക്കി പറയുകയാണ്, അതിന് യോഗ്യൻ നീ മാത്രമാണ്. കാരണം നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി നീ വിലയ്ക്ക് വാങ്ങി. യോഗ്യനായവൻ, ശക്തനായവൻ, ജയം പ്രാപിച്ചവൻ എനിക്കും ജയം നൽകും. എന്റെ ഭയത്തിൽ നിന്ന്, എന്റെ പ്രതിസന്ധിയിൽ നിന്ന്, ഞാൻ കടന്നു പോകുന്ന പ്രതികൂലത്തിൽ നിന്ന് എന്നെ വിടിവിപ്പാൻ എന്റെ യേശു മതിയായവൻ. അതരങ്ങൾ തുറന്ന് പറഞ്ഞേ, എന്നെ വിടിവിപ്പാൻ എന്റെ യേശു മതിയായവൻ. ഈ പൈശാചിക മണ്ഡലം, സാത്താന്യ മണ്ഡലം, അവർക്കൊരു കാര്യം ഉറപ്പായിട്ടും അറിയാം, യേശു ജയിച്ചവനാണ്. യേശു സാത്താന്റെ തലയെ തകർത്തവനാണ്. യേശു പിശാചിനെ ആയുധവർഗം വെപ്പിച്ചവനാണ്. കർത്താവ് ജയോത്സവം കൊണ്ടാടിയവനാണ്. വാസ്തവമായും സഹോദരങ്ങളെ, സാത്താന്റെ കയ്യിൽ ഇപ്പോൾ ഒറ്റ ആയുധവും ഇല്ല എന്നുള്ളതാണ്. ആയുധങ്ങളില്ലാത്ത പോരാളിയായിട്ട് അവൻ നടക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവൻ ഇത്രയും ആൾക്കാരെ വഴിതെറ്റിക്കുന്നത്? പിന്നെ എന്തുപയോഗിച്ചുകൊണ്ടാണ് അവൻ ഇത്രയും മനുഷ്യരെ തിന്മയിലേക്ക് തിരിക്കുന്നത്? ആങ്സൈറ്റിയിലേക്കും ആകുലതയിലേക്കും ആശങ്കയിലേക്കും ഭയത്തിലേക്കും നിരാശയിലേക്കുമൊക്കെ അവൻ പലതിനെയും ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് അവൻ എന്തായുധമാണ് ഉപയോഗിക്കുന്നത്? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല പ്രിയപ്പെട്ടവരെ. പിശാചേ, നീ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് നിരാശപ്പെടുത്തുന്ന ചിന്തകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ, ഭയങ്ങൾ, ഭീതി, ആകുലത, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം അവന്റെ തന്ത്രങ്ങളാണ്. 23-ാം സങ്കീർത്തനം അതെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, I walk through the valley of the shadow of death. Listen that word, shadow of death. ഇതിലേക്കൂടെ ഞാൻ പോകുന്നേ, ഷാഡോ ഓഫ് ഡെത്ത്, മരണ നിഴലിൻ താഴ്വരയിൽ. ഹല്ലേലൂയ, മരണ നിഴലിൻ താഴ്വരയിൽ. വാസ്തവത്തിൽ ഞാൻ കടന്നു പോകുന്നൊരു സാഹചര്യം, മനുഷ്യൻ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് ദാവീദ് അവിടെ പറയുന്നത്. മനുഷ്യൻ പോകുന്ന ഒരു മേഖല, മരണം അവിടെ യഥാർത്ഥമായി ഉണ്ടോ, വാസ്തവമായി ഉണ്ടോ? ഇല്ല. അത് മരണ നിഴലിന്റെ താഴ്വരയാ. മുൻപ് അവിടെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു വ്യക്തി ഉണ്ടെങ്കിലേ ഒരു ഷാഡോ അവിടെ ഉള്ളൂ. ഒരു വസ്തു അവിടെ ഉണ്ടെങ്കിലേ ആ വസ്തുവിന്റെ നിഴൽ അവിടെ ഉള്ളൂ. നിഴലുണ്ടെങ്കിൽ പൊരുളുണ്ട്, പൊരുളുണ്ടെങ്കിലേ നിഴലുള്ളൂ. പക്ഷെ ഇപ്പോൾ അവിടെ മരണമല്ല ഉള്ളത്, വാസ്തവത്തിൽ അതിന്റെ ഷാഡോയാണ്. എന്നാൽ ദാവീദ് പറയുന്നു, അങ്ങനെയുള്ള ഷാഡോ കണ്ടോണ്ട്
പിശാച് ഇടുന്ന നിഴലുകൾ കണ്ടോണ്ട് ഞാൻ ഒരിക്കലും പേടിക്കത്തില്ല. ഹല്ലേലൂയ. എന്റെ ഹൃദയം ഭയപ്പെടത്തില്ല. കാര്യം എന്നാന്നറിയാമോ? നിഴലിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ആദ്യം അത് മനസ്സിലാക്കണം. നിഴലുകൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിഴലുകൾക്ക്, എസ്പെഷ്യലി പൈശാചിക മണ്ഡലം വെളിപ്പെടുത്തുന്ന നിഴലുകൾക്ക് എന്നെ തകർക്കാൻ കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവുള്ളവന്റെ നിഴലിനകത്തും ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവുള്ളവന്റെ നിഴലിനകത്തും ഹീലിംഗ് നടക്കും. പരിശുദ്ധാത്മാവുള്ളവന്റെ നിഴലുകൾക്കകത്തും ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ചില ഷാഡോകൾ കാണിച്ച്, ചില നിഴലുകൾ കാണിച്ച്. നമ്മളൊരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് ഒരു പാറ്റായെ പിടിച്ച് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഭിത്തിയിലോട്ട്, വോളിലോട്ട് നോക്കിയാൽ വലിയൊരു പരുന്ത് ഭിത്തിയിൽ ഇരിക്കുന്ന പോലെ തോന്നും. മനസ്സിലാകുന്നുണ്ടോ? വലിയൊരു കഴുകൻ വോളിൽ ഇരിക്കുന്നത് നമുക്ക് തോന്നും. സംഭവം എന്താ? ചെറിയൊരു പാറ്റയാ. പക്ഷെ അതിന്റെ നിഴല് കാണുമ്പോൾ വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നും. പിശാചിന്റെ പണി ഇത് തന്നെയാ. സംഭവം പാറ്റയാ, പക്ഷെ നിന്നെ വലിയ ഡൈനോസറായിട്ട് അവൻ കാണിക്കുക. പ്രൈസ് ഗോഡ്. പക്ഷേ നിന്നെ അത് ഊതി പെരുപ്പിച്ച് ഭയങ്കര സംഭവമാക്കി കാണിച്ചിട്ട് ആ ഭയത്തിനകത്ത്, ആ ചിന്തകൾക്കകത്ത് നിന്നെ പെടുത്തുവാൻ ശത്രു ശ്രമിക്കുകയാണ്. എൻ്റെ ബിസിനസ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ ആരോഗ്യം, ഇതൊക്കെ എന്നായി തീരുമെന്നുള്ള ആകുലതകൾ, ചെറിയ ചെറിയ കാര്യങ്ങളെ പിശാചൂതി പെരുപ്പിച്ച് വലിയ കാര്യങ്ങളാക്കി നിങ്ങളെ കാണിക്കുമ്പോൾ അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എത്രയോ ദൈവദാസന്മാർ ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട്. എത്രയോ സഹോദരീ സഹോദരന്മാർ ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട്. സാത്താൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ അവന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തിപരമായി, അത് ചിന്തയിലോട്ട് വരുമ്പം തന്നെ, മനസ്സിലോട്ട് വരുമ്പം തന്നെ, വികാരങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ, ഇത് പിശാച് കൊണ്ടുവരുന്ന ചിന്തയാ. സാത്താനെ, നീ പറയുന്ന ബോഷ്ക്ക് ഞാൻ വിശ്വസിക്കില്ല. ഓ ഹല്ലേലൂയ. അത് ചിന്തയിലേക്ക് വരുമ്പോൾ, മനസ്സിലേക്ക് വരുമ്പോൾ, ആവശ്യമില്ലാത്ത തോട്ടുകൾ എൻ്റെ അകത്തേക്ക് വരുമ്പോൾ, ആ ചിന്തകളോട് പറയണം, എനിക്കറിയാം ഈ ചിന്ത ഇപ്പോൾ എൻ്റെ മനസ്സിൽ, വികാരങ്ങളിൽ കൊണ്ടുവരുന്നത് ദൈവമല്ല, പിശാചേ നീയാണെന്ന് എനിക്കറിയാം. യേശുവിന്റെ നാമത്തിൽ മാറി നിൽക്കാൻ പറയണം. രണ്ടാമതായിട്ട്, സാത്താനെ, നീ ഭോഷ്ക് പറയുന്നവനും ഭോഷ്ക് പറയുന്നവന്റെ അപ്പനുമാണ്. നീ സ്വന്തത്തിൽ നിന്ന് സ്വന്തമായിട്ടുള്ളത് എടുത്താണ് സംസാരിക്കുന്നത്, ഉള്ള കാര്യങ്ങളല്ല നീ പറയുന്നത്. സാത്താൻ സംസാരിക്കുമ്പോൾ സ്വന്തത്തിൽ നിന്ന് സ്വന്തമായത് എടുത്തു പറയുന്നു. ഉള്ള കാര്യങ്ങളല്ല നീ സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പിശാച് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭയം കയറി വരുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വെപ്രാളം കയറി വരുമ്പോൾ, ഹൃദയത്തിനകത്തൊരു ഭാരം കയറി വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം കയറി വരുമ്പോൾ, അവിടെ ചാടി എഴുന്നേറ്റ് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാണ്. എല്ലാറ്റിന്റെ മേലും എനിക്ക് പൂർണ്ണ ജയമുണ്ട്. എല്ലാറ്റിന്റെ മേലും എനിക്ക് പൂർണ്ണ വിടുതലുണ്ട്. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ തിരുവചനം അവിടെ പറയുന്നത് ഇങ്ങനെയാ: പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഈ ഓൾ ആർമർ ഓഫ് ഗാഡ്, അല്ലെങ്കിൽ ദ കംപ്ലീറ്റ് ആർമർ ഓഫ് ഗാഡ് എന്ന വിഷയത്തിൽ ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന സർവായുധ വർഗങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പിശാചിന്റെ കയ്യിലുള്ള ഒറ്റ ആയുധത്തെക്കുറിച്ചും, അവന് വിശ്വാസം എന്ന പരിചയോ, രക്ഷ എന്ന ശിരസ്ത്രമോ, വചനം എന്ന ആത്മാവിന്റെ വാളോ ഒന്നും അവന്റെ കയ്യിലില്ല. എന്നാൽ ശ്രദ്ധിക്കുക, 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങളെ മൂഡ് ഔട്ട് ആക്കാൻ, നിങ്ങളെ വറീഡ് ആക്കാൻ, നിങ്ങളെ ടെൻസ്ഡ് ആക്കാൻ അവൻ ഏതെങ്കിലും വ്യക്തികളെയോ വസ്തുക്കളെയോ സാഹചര്യങ്ങളെയോ
അനുഭവങ്ങളെയോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ മുമ്പിൽ വരുമ്പം അതിനെ വിവേചിപ്പാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അത് അത്യാവശ്യമാണ്. വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന ഒരു സഹോദരി വർഷങ്ങളായി ദൂത് പറഞ്ഞ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസിനെയും ശീലാസിനെയും നോക്കി നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെന്ന് അവരെ നോക്കി പറയുമ്പം പൗലോസ് മുഷിഞ്ഞ അവളെ നോക്കി അവളിലുള്ള ആത്മാവിനെ വിവേചിച്ച് വിട്ടുപോകോളാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, നിങ്ങളുടെ ഹൃദയത്തിലെ വികാരങ്ങൾ ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത ഇമോഷണൽ ഫീലിങ്ങുകൾ, ബന്ധങ്ങൾ, മെസ്സേജുകൾ, ഇതൊക്കെ ഒത്തിരി സമയമെടുത്ത് പറയേണ്ടതാണ്. 3 സമാധാനത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തോടുള്ള സമാധാനം, ദൈവം തരുന്ന സമാധാനം, ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം. പലപ്പോഴും നമ്മുടെ സമാധാനം കളയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മുടെ വാക്കുകളും നമ്മുടെ മുഖഭാവങ്ങളും നമ്മളുടെ പ്രവൃത്തികളും തന്നെയാണ്. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ. ഹല്ലേലൂയ. വേ മേക്കർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പീസ് മേക്കേഴ്സ്, സമാധാനം സൃഷ്ടിക്കുന്നവർ, സമാധാനം ഉണ്ടാക്കുന്നവർ. ഹല്ലേലൂയ. ഈ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് റോമർ 16:20. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴിൽ മെതിച്ചു കളയും. ആരുടെ കാൽ കീഴിലാ സമാധാനത്തിന്റെ ദൈവം സാത്താനെ മെതിക്കുന്നേ? നിങ്ങൾ തിന്മയ്ക്ക് ജ്ഞാനികളും ജ്ഞന്മാരുമായിരിക്കുവീൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴേ വേഗത്തിൽ ചതച്ചു കളയും. ഹല്ലേലൂയ. ദന്തപക്ഷങ്ങളും ഇടർച്ചകളും ഭിന്നതകളും ഉണ്ടാക്കുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവരെ നിങ്ങൾ അകറ്റി നിർത്തുവീൻ. എന്ന് പറഞ്ഞാൽ യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയുകയും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുകയും ചെയ്താൽ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. ഹല്ലേലൂയ. ഒരു ഹാൻഡ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട വ്യക്തിയെ ഒരു ഹാൻഡ് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്ത് നിർത്തുകയും, ചേർത്ത് നിർത്തേണ്ടവനെ ചേർത്ത് നിർത്തുകയും, ഇച്ചര സൂക്ഷിച്ച് നിർത്തേണ്ടവരെ സൂക്ഷിച്ച് നിർത്തുകയും ചെയ്താൽ അനുഭവിക്കുന്നൊരു സമാധാനമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ചില മെസ്സേജുകളൊക്കെ വരുമ്പം, വാട്സാപ്പിൽ നിങ്ങൾക്കൊരാൾ മെസ്സേജ് അയക്കുമ്പോൾ, നിങ്ങൾക്കൊരു കാര്യം വരുമ്പം ബ്ലോക്ക് ചെയ്യേണ്ടതിനെ അന്നേരെ ബ്ലോക്ക് ചെയ്യണം. അതിനൊന്നും കർത്താവിനൊരു പിണക്കവും ഇല്ല, ഒരു പിണക്കവും ഇല്ല. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന, നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, നിങ്ങളെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന, നിങ്ങളെ ദൈവത്തിന്റെ സഭയിൽ നിന്നും ദൈവികമായ ദർശനത്തിൽ നിന്നും ദൈവപുരുഷന്റെ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ നിങ്ങളെ വിഘടിപ്പിച്ച് അകറ്റി നിർത്തുന്ന എല്ലാറ്റിനോടും ബൈബിൾ പറയാനും നോ പറയാനും നിർത്തേണ്ടവനെ നിർത്തേണ്ടടുത്ത് നിർത്തുവാനും നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്വസ്ഥത അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവരെ നോക്കിയാണ് പൗലോസ് പറഞ്ഞത്, സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ മെതിക്കും എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയേണ്ടടുത്ത് എസ് എന്ന് പറയുകയും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുകയും ചെയ്താൽ, ബുദ്ധിയോടെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്താൽ സാത്താൻ അവന്റെ കാൽ കീഴിലിരിക്കും. അല്ലാത്തവരുടെയൊക്കെ തലയിലിരിക്കും. എത്ര ശാസിച്ചാലും പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക. സാത്താന്റെ ഏറ്റവും വലിയ ഒരു തന്ത്രമാണ് സംശയം എന്ന് പറയുന്നത്. ഹൃദയത്തിൽ ഉണ്ടാകുന്ന സംശയം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം, ഞാനത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ഡെലിവറൻസ് ഇതിനകത്ത് സംഭവിപ്പാനിടയാകും. 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കായാലും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് വാസ്തവമായും ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഈ ദൈവം ഉണ്ടാക്കിയ എല്ലാ മൃഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു ഈ പാമ്പെന്ന് പറയുന്നത്. പാമ്പിനെയും ദൈവം സൃഷ്ടിച്ചതാണ്. സാത്താനോട് നിങ്ങൾക്ക് പറയാൻ കേട്ടോ, സാത്താനെ നിനക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ലടാ, നീ പോലും നിന്റേതല്ലടാ, നിന്നെയും ദൈവം ഉണ്ടാക്കിയതാ. പിടികിട്ടിയില്ലല്ലേ? പ്രൈസ് ഗോഡ്. സാത്താൻ വളരെ കൗശലമുള്ളവനായിരുന്നു, തന്ത്രശാലിയായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും
നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ? ഷാൽ നോട്ട് ഈറ്റ് ഓഫ് എവറി ട്രീ ഓഫ് ദി ഗാർഡൻ. യു ഷാൽ നോട്ട് ഈറ്റ് ഓഫ് എവറി ട്രീ ഓഫ് ദ ഗാർഡൻ. ദൈവം നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു സംശയമാണ്. സത്യത്തിൽ പറഞ്ഞിട്ടുണ്ട് തിന്നരുതെന്ന്. 2 പ്രാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ചിന്തയായി ഉണ്ടോന്ന്. അങ്ങനെയാ പലർക്കും. തലയിലൊരു ചെറിയ വേദന വന്നു, ചെറിയൊരു തലവേദന സൈഡിൽ. എനിക്ക് തലവേദനയാ. എന്തോ പോലെ തോന്നുന്നു, മൈഗ്രെയിൻ ആണെന്നാ തോന്നുന്നേ, എന്തോ ഒരു ബുദ്ധിമുട്ട്, എനിക്കറിയത്തില്ല. ഒരു ഇച്ചിരി വെള്ളം തരുമോ? പിന്നെ തലവേദന 5 പ്രാവശ്യം പറഞ്ഞു നോക്കിയേ, നിങ്ങൾ അറിയാതെ ആ കട്ടിലേക്ക് കിടക്കും, ഉറപ്പായിട്ടും കിടക്കും. പ്രൈസ് ഗോഡ്. പിന്നെ ആ തലവേദന കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. നിശ്ചയമായി ഇത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു സംശയം അകത്ത് വന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു വീട്ടിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. സ്തോത്രം. ഈ സംശയത്തെ കുറിച്ച് പറയുകയാണേ, ഒരു വീട്ടിൽ അച്ചായൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വരുമ്പം ആ അച്ചായന് 2 പെമ്മക്കളാണ്. ഒരു മകൾ +2 പഠിക്കുന്നു, ഒരു മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ ഈ +2 പഠിക്കുന്ന മകൾക്ക് സ്കൂളിൽ യുവജനോത്സവം നടക്കുകയാണ്, അവരുടെ സ്കൂൾ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അദ്ദേഹം ഒന്ന് ജോലിക്ക് പോയപ്പോ ഈ മൂത്ത മകൾ +2 പഠിക്കുന്ന മോള്, അവൾ ഫാൻസി ഡ്രസ്സിന് ജോയിൻ ചെയ്തായിരുന്നു. ഫാൻസി ഡ്രസ്സിൽ അവൾ ഒരു പുരുഷനായിട്ടാണ് അഭിനയിച്ചത്. ഫാൻസി ഡ്രസ്സിൽ. ആ ഫാൻസി ഡ്രസ്സൊക്കെ കഴിഞ്ഞ്, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വീട്ടിൽ വന്ന പാടെ നോക്കിയപ്പോൾ അമ്മ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പൊ ഈ മോള് വന്ന്, അവള് താടിയൊക്കെ വെച്ചിട്ടുണ്ട്, മീശയും താടിയൊക്കെ, പുരുഷനായിട്ട് അഭിനയിച്ച് സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് അമ്മയുടെ തോളിൽ കൈയിട്ട് ഇടുന്നതുകൊണ്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉടനെ സന്ധ്യയായപ്പം പുള്ളി സ്കൂട്ടറെ വന്ന ഉടനെ ഒരു അരണ്ട വെളിച്ചത്തിൽ തൻ്റെ ഭാര്യയുടെ കൂടെ തോളത്ത് കൈയിട്ട് ഏതോ ഒരു പുരുഷൻ ഇരിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അച്ഛൻ വരികയല്ലേ, അപ്പനാ കയറി വരുന്നേ. അപ്പനോടുള്ള ബഹുമാനത്തിൽ ഈ +2 പഠിക്കുന്ന മോള് ഓടി പെരയ്ക്കകത്തോട്ട് ചാടി ഓടിക്കേറി. കാരണം അപ്പന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ധൈര്യം അവൾക്ക് കിട്ടുന്നില്ല. അവൾ അകത്തോട്ട് ഓടുന്നതും പുള്ളി ഇത് കണ്ടതും, പുള്ളി ഒരു പരുവത്തിന് ആ സ്കൂട്ടർ കൊണ്ട് സ്റ്റാൻഡേ വെച്ചത്. പ്രൈസ് ഗോഡ്. സ്കൂട്ടർ കൊണ്ട് സ്റ്റാൻഡേ വെച്ചിട്ട് മിണ്ടുന്നില്ല. ബാഗ് എടുത്ത് സാധാരണ നിലയിൽ ഭാര്യയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അന്ന് അവിടുത്തെ ഒരു കസേരയിലോട്ട് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അകത്തോട്ട് പോയി ഷർട്ടൊക്കെ പറിച്ചെറിഞ്ഞു, ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് ഒരു ബനിയനൊക്കെ ഇട്ട് പുറത്തു വന്നു. കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കസേരയൊക്കെ വലിച്ച് ഇട്ട് കയറിയിരുന്നു. എന്നിട്ട് ആ മകൾ ചപ്പാത്തി കൊണ്ടുവച്ചു. എന്നിട്ട് അതിലൊരു ചപ്പാത്തി എടുത്ത് പ്ലേറ്റിലിട്ടു, ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തു. ചപ്പാത്തി കീറി, ചപ്പാത്തിയൊക്കെ എന്നാ കീറലായിരുന്നറിയോ, ചപ്പാത്തി കീറി ചിക്കൻ കറിയിൽ മുക്കി വായിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഇതിനെന്തോ ഉപ്പ, ഇതുപോലെ ഉപ്പുള്ള സാധനം ഉണ്ടാക്കരുത്, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ചപ്പാത്തി നീക്കി അങ്ങ് വെച്ചു. ഉടനെ ആ തൻ്റെ ഭാര്യ വളരെ ശാന്തമായിട്ട് ചോദിച്ചു, അച്ഛാ എന്തു പറ്റി? വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണല്ലോ, ഭയങ്കര സീനാണല്ലോ, എന്താ ഇത്, എന്നാ പ്രശ്നം? ഓഫീസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. അല്ല, അച്ഛൻ പറഞ്ഞേ, വന്നപ്പം മുതൽ ബാഗ് വലിച്ചെറിയുന്നു, ഓടി റൂമിനകത്തോട്ട് പോകുന്നു, ഉടുപ്പ് വലിച്ചെറിയുന്നു, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തുണ്ടെങ്കിലും എന്നോട് പറ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കൈകാര്യം ചെയ്യാം. എനിക്കൊന്നും പറയാനില്ല. അല്ല, എന്തോ ഉണ്ട്, പറഞ്ഞേ. സ്നേഹത്തോടെ വെച്ച് പറഞ്ഞു, ആരാ സന്ധ്യയ്ക്ക് ഞാൻ വന്നപ്പം നിന്റെ കൂടെ ഇരുന്നിട്ട് എന്നെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയത്? പ്രൈസ് ഗോഡ്. അപ്പൊ ഉടനെ പുള്ളിക്കാരി പൊട്ടിച്ചിരിച്ചെന്നാ പറയുന്നത്. പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അത്രേ ഉള്ളോ? ആ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, എടീ നീഞ്ഞു വന്നേ, തടി മീശയൊന്നും മാറ്റല്ലേ, നീഞ്ഞു വന്നേന്ന് പറഞ്ഞു. ആ കൊച്ച് ഒളിച്ചിരുന്ന അപ്പനെ പേടിച്ച് ഫ്രണ്ടിൽ അപ്പൻ്റെ ഇടയ്ക്ക് വന്നപ്പോ ആ മീശക്കാരൻ, ആ താടിക്കാരൻ, ആ ജീൻസ് ഇട്ട ചെറുപ്പക്കാരൻ അപ്പനോട് വന്നിട്ട് പറഞ്ഞു, ഡാഡി എന്നാ കൊണ്ട് വിശേഷമെന്ന് ചോദിച്ചു. ഞാനിന്ന് രാവിലെ സ്കൂളിൽ ഫാൻസി ഡ്രസ്സ് കഴിഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞു. ഈ മനുഷ്യനെ ഒന്ന് കാണേണ്ടതായിരുന്നെന്നാ പറയുന്നത് ആ സമയത്ത്. എന്നിട്ട് വേറൊരു സംഭവം നടന്നെന്ന്. ഈ മകള് അകത്തോട്ട് പോയപ്പം ഭാര്യയോട് പറഞ്ഞു, സോറി ചപ്പാത്തി ഇനി ഇരിപ്പുണ്ടോന്ന്. സോറി ചപ്പാത്തി ഇനി ഇരിപ്പുണ്ടോ? നല്ല ചപ്പാത്തി ആയിരുന്നു, ചപ്പാത്തി നല്ലതായിരുന്നു, ചിക്കൻ കറി നല്ലതായിരുന്നു. പക്ഷെ സംശയം അകത്ത് കയറിയപ്പം ചപ്പാത്തിക്ക് ഉപ്പായി, ചിക്കൻ കറിക്ക് കയ്പായി, ഭാര്യ കൊളരാത്തവളായി. ഇതാണ് പിശാചിന്റെ തന്ത്രം. ഹല്ലേലൂയ. സംശയം നമ്മുടെ അകത്ത് കയറിയാൽ, മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ അകത്ത് കയറിയാൽ, തെറ്റിദ്ധാരണ നമ്മുടെ അകത്ത് കയറിയാൽ, നമ്മളല്ലാതായിത്തീരുന്നു.
ഇത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഒരുപാട് കുടുംബങ്ങളെ, ഒരുപാട് ജീവിതങ്ങളെ ഈ നിലയിൽ സാത്താൻ തകർത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ, ആവശ്യമില്ലാത്ത ചിന്തകളിൽ കുടുക്കിയിട്ട് സംശയ രോഗങ്ങൾ കൊണ്ട് നിറച്ചിട്ട് ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ശത്രു തുടച്ചെറിയുമ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കരുത്. നിശ്ചയമായും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു വെളിപ്പാടുണ്ട്. ഈ പാമ്പിനോട് ഹൗവ സംസാരിക്കാൻ നിൽക്കത്തില്ലായിരുന്നു. പാമ്പിനെ പരിചയം ഇല്ലായിരുന്നെങ്കിൽ. പരിചയമില്ലാത്ത ഒരാള് നമ്മളോട് പെട്ടെന്ന് സംസാരിക്കാൻ വരുമ്പോൾ നമുക്കതിനകത്തൊരു സ്ട്രെയിഞ്ച് ഫീലിംഗ് അതിനകത്തുണ്ടാകും. ഒരു തടസ്സം പോലെ നമുക്കതിനകത്തുണ്ടാകും. എന്നാൽ ഹൗവയുടെ അകത്ത് ഈ പാമ്പിനെ കുറിച്ച് ഒരറിവുണ്ടായിരുന്നു, നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. കാരണം ദൈവം സൃഷ്ടിച്ച മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ജന്തുവാണ് ആര്? പാമ്പ്. അപ്പൊ പാമ്പ് ഇവിടുന്ന് വന്ന പാമ്പ് രാവിലെ പാതാളത്തിൽ നിന്ന് വന്നതൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന ഈ പാമ്പ് പാതാളത്തിൽ നിന്ന് വന്ന് ഏദനിലോട്ട് കയറിയ ആളാന്നാ. അല്ല, ഏദനകത്ത് തന്നെ ഉണ്ടായിരുന്ന കക്ഷിയാണ് ഈ പാമ്പും. എന്നാൽ സാത്താൻ പാമ്പാണോ? അല്ല, പിശാച് ആ ജന്തുവിനെ കയ്യിലെടുത്തതാണ്. അതെങ്ങനെയാ വാസ്തവം? അതങ്ങനെയാ. പിശാച് ഒരിക്കലും ജീവനില്ലാത്ത ഒന്നിൽ എൻട്രി ചെയ്യത്തില്ല, ഒരിക്കലും എൻട്രി ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെയൊക്കെ ഫോക്കസ് തെറ്റിക്കുന്നുണ്ട്. ഞാൻ അതിലോട്ട് പോകുന്നില്ല കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ ജീവനില്ലാത്ത ചില സംഭവങ്ങളെ നോക്കിയാ വീട്ടിൽ പോ എന്നൊക്കെ പറയുന്നേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ അതിനകത്ത് ആരില്ല? പിശാചില്ല, പറ്റിച്ചേന്നാ പറയുന്നത് പുള്ളി. സാത്താൻ എപ്പോഴും ജീവനുള്ള ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ടാണല്ലോ യേശുവിനോട് അശുദ്ധാത്മാവ് ബാധിച്ചവൻ സാത്താൻ ലഗിയോൻ ചോദിച്ചത്, ആ പന്നിക്കൂട്ടത്തിലേക്ക് കയറാൻ എനിക്ക് പെർമിഷൻ തരണേ, അനുവാദം തരണേ എന്ന് പറഞ്ഞത്. അപ്പം മൃഗങ്ങളിൽ, ജന്തുക്കളിൽ അവന് വസിക്കാൻ കഴിയത്തില്ലേ? കഴിയും. പന്നിക്കൂട്ടത്തിൽ കയറാൻ യേശു അനുവാദം കൊടുത്തു. ആ പന്നികൾ ഓടിപ്പോയി വെള്ളത്തിൽ ചാടി ചത്തു. ഇതുപോലെ തന്നെ സാത്താൻ, പിശാച് പാമ്പിനെ കയ്യിലെടുത്തു. എന്നിട്ട് അതിനെയും കൊണ്ട് ഹവ്വയുടെ അടുക്കൽ വന്നു. യഥാർത്ഥത്തിൽ പാമ്പ് സംസാരിച്ചുവോ? ഒരു ക്വസ്റ്റ്യനാണ്. പാമ്പ് സംസാരിച്ചുവോ? പാമ്പ് ഹവ്വയോട് സംസാരിക്കുന്ന ഒരു പശ്ചാത്തലമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലും ഞാൻ ചിന്തിക്കുന്ന ഒരു അതിശക്തമേറിയ കാര്യമുണ്ട്. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന ഒരു ശബ്ദം, ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ പിന്നെ കളി മുഴുവൻ നടക്കുന്ന ചിന്തയിലാണ്. പാമ്പൊരിക്കലും ഹവ്വയെ തള്ളി വിടുന്നില്ല. പോയി കഴിക്ക്, പോയി, നെവർ. പിന്നെ കംപ്ലീറ്റ് അവളുടെ മൈൻഡിനകത്താ. അവൾ അത് തന്നെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അടുത്ത ഡയലോഗ് നിങ്ങൾക്ക് കേൾക്കണം. എപ്പോഴും ഓർക്കണം, അപരിചിതനായ ഒരു വ്യക്തിയല്ല, പരിചയമില്ലാത്ത, ഹവ്വയ്ക്ക് പരിചയമില്ലാത്ത ഒന്നിനെ കൊണ്ടല്ല ഹവ്വയുടെ അടുക്കൽ സാത്താൻ വന്നത്. വളരെ പരിചയമുള്ള തൊട്ടടുക്കൽ നിൽക്കുന്ന ഒരാളിനെ കൊണ്ട്, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ഒരാളിനെ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ പാർക്കുന്ന ചിലർ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ചിലർ രാവിലെ ആവുമ്പം കലി ഇളകി ഉപവാസമാണ്, ഞാൻ ഇന്ന് മുതൽ ഫാസ്റ്റിംഗ് ഇരിക്കാൻ തീരുമാനിക്കുന്നു, 7 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കാൻ തീരുമാനിക്കുന്നു പറയുമ്പം ഒരിക്കലും അയലോക്കെ തച്ചാനല്ല, റോഡിൽ കൂടെ പോയ ആളല്ല, നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും നിങ്ങളോട് പറയും ഉപവസിക്കണ്ട, പ്രാർത്ഥിക്കണ്ട, സ്തോത്രം, ഇതൊന്നും ഒരാവശ്യമില്ല, ഞാൻ സ്നാനപ്പെടാൻ പോവുക, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ പോവാന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഔട്ട്സൈഡർ ആയിരിക്കത്തില്ല നിങ്ങളോട് എതിർക്കുന്നത്. അകത്ത് തന്നെ ഉള്ളവർ, നിങ്ങൾക്ക് പരിചയമുള്ളവർ, നിങ്ങൾ കണ്ടിട്ടുള്ളവർ തന്നെയായിരിക്കും നിങ്ങളെ എതിർക്കുന്നത്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാക്കാൻ കഴിയുന്നു? അപ്പോൾ എങ്ങനെയാ അവൻ്റെ ട്രിക്കുകൾ, എങ്ങനെയാ അവൻ കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഉപവാസം ഇരിക്കാൻ തുടങ്ങുമ്പം ഉപവാസം ഇരിക്കണ്ടെന്ന് തോന്നിപ്പിക്കും.
പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന സമയത്ത് അടുക്കള ഏതെങ്കിലും ഒരു പാത്രം വീഴും, അവിടുന്ന് എഴുന്നേറ്റ് അതിൻ്റെ പുറകെ പോകും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, പാസ്റ്റർ ഒന്ന് എടുത്തേ, എനിക്കറിയില്ല, ഇന്ന് കർത്താവ് അങ്ങനെ കൊണ്ടുപോവുക സ്വർഗത്തിലെ ദൈവം ഒരു വ്യത്യസ്തമായ നിലകളിൽ കൊണ്ടുപോവുക. 2 കൊരിന്ത്യർ 10:5 അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഈ വേദപുസ്തകത്തിനകത്ത് ഈ ആങ്സൈറ്റിയെ കുറിച്ചും ഫിയറിനെ കുറിച്ചും ഭയങ്കര വറീഡാകുന്ന സാഹചര്യങ്ങളെ കുറിച്ചും അതെങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും മറ്റുള്ള എല്ലാവരെക്കാളും അധികം ശക്തമായ പ്രബോധനവും ഉപദേശവും വചനങ്ങളും നൽകിയിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. അതിൻ്റെ കാരണം താൻ ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. വളരെ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. 5-ാം വാക്യത്തിൽ പറയുന്നു, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും പറഞ്ഞേ ഇമാജിനേഷൻസ്. സങ്കല്പങ്ങൾ, വെറുതെ ഇരുന്ന് ഓരോന്നങ്ങ് ഇമാജിൻ ചെയ്യുക. പ്രൈസ് ഗോഡ്. ആകാശത്തോടെ പോകുന്ന എല്ലാ വെടിയുണ്ടകളും ഏണി വെച്ച് കയറി നിന്ന് കൊള്ളുകയാണ്, കൊണ്ടിട്ട് ഇറങ്ങി വരികയാണ്. മുകളിലൂടെ പോകുന്ന എല്ലാ പക്ഷികളെയും പിടിക്കാൻ ശ്രമിക്കുകയാണ്. ആവശ്യമില്ലാതെ സങ്കല്പങ്ങൾ അകത്തേക്ക് വരികയാണ്. സങ്കല്പങ്ങൾ ഇമാജിൻ ചെയ്യുകയാണ്. ഐ എം വെരി സീരിയസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഡെലിവറൻസ് നടക്കുമെന്ന് സാത്താൻ അറിയാവുന്നതിൻ്റെ തടസ്സങ്ങളിലൂടെ പലതും സംഭവിച്ചിരുന്നു. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ഇമാജിനേഷൻസ്, ഒത്തിരി തെറ്റായ ഇമാജിനേഷൻസ്, ആവശ്യമില്ലാത്ത ചിന്തകൾ. നമ്പർ 2, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഹല്ലേലൂയ into captivity every thought to the obedience of Christ. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. അപ്പൊ അവിടെ സഹോദരങ്ങളെ 2 കൊരിന്ത്യർ 10:5 2 പദങ്ങൾ നിങ്ങൾക്ക് കാണാം. നമ്പർ 1 is imaginations. Hallelujah. Imaginations. Number 2 is thoughts. Thoughts and imaginations. വായി തുറന്ന് മലയാളത്തിൽ നമുക്ക് പറയാം, സങ്കല്പങ്ങളും വിചാരങ്ങളും. ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. സകലതും പ്രാർത്ഥനയാൽ സ്തോത്രത്താൽ ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടെന്ന് അപ്പോസ്തലൻ പറയുന്നു. യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ നാളെ കുറിച്ച് വിചാരപ്പെടരുത്, നാളെ നിങ്ങൾക്കായി വിചാരപ്പെടുമല്ലോ. നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് 1 മുഴം കൂട്ടാനോ 1 മുഴം കുറയ്ക്കാനോ നിങ്ങൾക്ക് കഴിയത്തില്ല. നിങ്ങൾ അങ്ങനെ വെറുതെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ എന്ന് ദൈവം പറയുമ്പോൾ ഈ സങ്കല്പങ്ങളും വിചാരങ്ങളും എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്കണം, ലിസൺ. ഈ സങ്കല്പങ്ങളും വിചാരങ്ങളും എന്താ ചെയ്യുന്നേ? ഈ സങ്കല്പങ്ങളും വിചാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചില കോട്ടകളെ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് അടുത്ത ആ വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. 4-ാമത്തെ വാക്യം. ഏതാണ് ആ കോട്ട? എന്താണ് ആ വാർഫെയർ? ആ സ്ട്രോങ് ഹോൾഡ്സ് എന്താണ്? അപ്പോസ്തലൻ പറയുന്നത്, but mighty through God to the pulling down of strongholds. ആ സ്ട്രോങ് ഹോൾഡിനെ in the name of Jesus, ആ സ്ട്രോങ് ഹോൾഡിനെ ഞങ്ങൾ പുള്ള് ചെയ്ത് തറയിലിടുക, ഞങ്ങൾ ഇടിച്ചിടുക. ഏതാണ് ആ സ്ട്രോങ് ഹോൾഡ്സ്? ഏതാണ് ആ കോട്ട? ആ കോട്ട വേറൊന്നല്ല, സങ്കല്പങ്ങളുടെ വിചാരങ്ങളുടെ കോട്ട. സങ്കല്പിക്കുക, ഇമാജിൻ ചെയ്യുക. തെറ്റായ തോട്ട്സുകൾ, ചിന്തകൾ ശിരസിലേക്ക് കടന്നു വരിക. ആ സങ്കല്പങ്ങളുടെ വിചാരങ്ങളുടെ കോട്ടകളെ ഇടിക്കുക. പറഞ്ഞ് ഇടിക്കുക. കാരണം പറയാം.
ലിസൺ, ഇമ്പോർട്ടന്റ്. ഓരോ ചിന്തകൾ എന്ന് പറയുന്നത് ഓരോ നാരുകളാണ്. അങ്ങനെ ചിന്തിക്കണം. നിങ്ങളുടെയും എന്റെയും മനസ്സിൽ വരുന്ന ഓരോ വിചാരങ്ങളും, ഇമാജിനേഷൻസും, തോട്ട്സും, ചിന്തകളും വിചാരങ്ങളും ഓരോ നാരുകളാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പായുണ്ട്, അല്ലെ കാർപ്പറ്റ് ഉണ്ട്, അല്ലെ പോട്ടെ ബെഡ്ഷീറ്റ് ഉണ്ട്, തുണിയുണ്ട്. ഇത് ഒരു നൂലാണോ? അല്ല, പല നൂല. ആ പായ ഒരു നൂലാണോ? അല്ല. ആ കാർപ്പറ്റ് ഒരു എന്താ പറയുന്നതിന് ഒരു കയറാണോ? അല്ല. ആ കാർപ്പറ്റ് ഒരു കയറാണോ? അല്ല. പല കയറുകൾ ചേർത്ത് നെയ്തു വച്ചിരിക്കുക. ഇതുപോലെ തന്നെ ഒരു വിചാരം വരുന്നു, അത് കഴിഞ്ഞ് അടുത്ത ചിന്ത വരുന്നു, അത് കഴിഞ്ഞ് അടുത്ത ചിന്ത വരുന്നു. ഇങ്ങനെ ഓരോരോ ചിന്തകൾ ഓരോരോ ബ്രിക്കുകളായി, കട്ടകളായി കെട്ടി 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 നിനക്ക് ചുറ്റും പിശാചൊരു കോട്ട തീർക്കും. എന്നിട്ട് ആ കോട്ടയ്ക്കകത്ത് നിന്നെ ഇരുത്തുന്ന ആ ഇരിപ്പിനാണ് പറയുന്നത്, ബ്രദറെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാ, പാസ്റ്ററെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാ, എനിക്ക് പ്രാർത്ഥിക്കാൻ വയ്യ, എനിക്കൊന്നും ചെയ്യാൻ വയ്യ, ഇനി ഞാൻ മരിക്കാൻ പോവാ, എനിക്കെന്തോ ഭീതി വരുക, എനിക്കെന്തോ ആകുലത വരുക, എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഭാരങ്ങൾ വരിക. I break it. I am pulling down of that strongholds in the name of Jesus Christ. Yes, Lord Jesus. Hallelujah. Thank you, Lord. Thank you, precious Holy Spirit of God. ഇന്ന് രാത്രിയിൽ ആ സ്ട്രോങ് ഹോൾസിനെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. പൗലോസ് ഇതുപോലത്തെ അനുഭവത്തിലൂടെ പോയിട്ടുണ്ട്. അറിയുമോ നിങ്ങൾക്കത്? പൗലോസ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം പൗലോസിനോട് പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ഇനി അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. 8-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും. മോനെ, 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ആൾക്കാർ പറയുന്നത് ഒരു രോഗമാണെന്ന്. പൗലോസ് തന്റെ ജഡത്തിൽ അനുഭവിച്ച ശൂലം, പുള്ളി ഏതോ മാരക രോഗത്തിനടി, ഒരു മാരക രോഗവും ഇല്ലായിരുന്നു പുള്ളിക്ക്. പൗലോസ് രോഗം വന്നല്ല മരിക്കുന്നേ. പൗലോസ് രോഗം വന്നല്ല മരിക്കുന്നേ. പൗലോസിന്റെ ശിരച്ഛേദനം നടത്തുകയാണ്. തന്റെ നല്ല പ്രായത്തിലും തന്റെ വാർദ്ധക്യത്തിലും എല്ലാം താൻ വളരെ ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. എത്ര കാരാഗ്രഹവാസം താൻ നടത്തിയിട്ടുണ്ട്. എത്ര നടന്നും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ യാത്ര ചെയ്ത് താൻ സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു താൻ തന്റെ ശരീരത്തിൽ, തന്റെ ജഡത്തിൽ അനുഭവിച്ച ആ ശൂലം എന്തായിരുന്നു? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതന്, സാത്താനാന്ന് കേൾക്കുമ്പം തന്നെ മനസ്സിലാക്കിക്കോണം അത് തന്ത്രമാണ്. ഒരു വിഷയത്തിന്റെ പിറകിൽ സാത്താനാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാഡോയാണ്, അതിനകത്ത് റിയാലിറ്റി ഒന്നും കാണുകയില്ല. പക്ഷെ ഇങ്ങനെ ആകുലപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഈ ഭൂമിയിൽ ആര് ജനിക്കണം, ഇവിടെ ആര് മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ഈ ഭൂമിയിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ആരെ ഇവിടെ ഉയർത്തണം, ആരെ ഇവിടെ താഴ്ത്തണം, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യുന്നു. ഞാൻ മറ്റൊരുത്തനെ ഉയർത്തുകയും വേറൊരുത്തനെ താഴ്ത്തുകയും ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് താൻ അനുഭവിച്ച ഈ പ്രതിസന്ധിയുടെ നടുവിൽ ആ റെവലേഷൻ, വെളിപ്പാടെല്ലാം കൂടെ അകത്ത് കയറി താൻ വളരെയധികം ആ വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം നിഗളിച്ചു പോകാതിരിക്കാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ ഒത്തിരി ആങ്ഷ്യസ് ആകുന്ന സാഹചര്യങ്ങൾ തനിക്കുണ്ടായി. നിങ്ങൾ നോക്കിയേ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവും കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനവും ഒക്കെ തനിക്കുണ്ടായി. ചിലടത്തൊക്കെ പൗലോസ് അത് മനസ്സ് തുറക്കുന്നുണ്ട്.
നമ്മളൊക്കെ പറയാൻ പോലും ഇഷ്ടപ്പെടാ. ഞാനൊക്കെ അത് പറഞ്ഞ ആൾക്കാർ വിചാരിക്കും, ഓ ഇത് പാസ്റ്റർ തന്നെ ഇതൊക്കെ പറയുന്നതെന്ന്. നമ്മളൊന്നും പറയാത്ത കാര്യം പോലും പൗലോസ് പറയുന്നത്, എത്ര വട്ടം ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു, എത്ര വട്ടം ഞാൻ പട്ടിണി കിടന്നു, എത്ര വട്ടം ഞാൻ കഷ്ടപ്പെട്ടു, എത്ര വട്ടം ഞാൻ പ്രതിസന്ധികളിൽ അകപ്പെട്ടു. ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രസവവേദനപ്പെടുന്നു. ജീവിച്ചിരിക്കുമോ എന്ന് തോന്നുമാറ് എൻ്റെ അകത്ത് നിരാശയുണ്ടായി. പൗലോസ് പറയുക, ജീവിച്ചിരിക്കുമോ എന്ന് തോന്നുമാറ് എൻ്റെ അകത്ത് നിരാശയുണ്ടായി, എനിക്ക് മരണഭീതി ഉണ്ടായി. ഈ നിലയിൽ താൻ അനുഭവിച്ചതായ സ്പിരിച്വൽ ഫൈറ്റ്, സ്പിരിച്വൽ വാർഫെയർ, തൻ്റെ ശുശ്രൂഷയോടും തൻ്റെ മനസ്സിനോടും തൻ്റെ ചിന്തയോടും പൈശാചിക മണ്ഡലങ്ങൾ പോരാടിയപ്പോൾ 8-ാമത്തെ വാക്യത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ്ലീഹ ദൈവത്തോട് നിലവിളിക്കുന്ന നമുക്ക് കാണാം. 2 കൊരിന്ത്യർ 12-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ റൂമാലിൽ പോലും ദൈവശക്തി ഉണ്ട്. താൻ തഴുകിയാൽ ചില യൂത്തിക്കോസുമാർ ഉയർക്കും. താൻ തൂലിക ചലിപ്പിച്ചാൽ വെളിപ്പാടുകളുടെ കലവറകൾ തുറക്കും. പക്ഷേ ദൈവത്തിന്റെ സന്നദ്ധിയിൽ അലറിക്കൂവി 3 വട്ടം നിലവിളിച്ച് ദൈവത്തോട് പറഞ്ഞു, എന്റെ പൊന്ന് കർത്താവേ, ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമെന്ന്. ഈ ഒരു ആൻഷ്യസ് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഈ ഒരു ഭാരത്തിൽ നിന്ന്, ഈ ഒരു സ്പിരിച്വൽ വാർഫെയറിൽ നിന്ന്, ഈ ഒരു ഫൈറ്റിംഗിൽ നിന്ന് എന്നെ വിടുവിക്കണേ എന്ന് പൗലോസ് നിലവിളിച്ചു. ആ നിലവിളിയുടെ പ്രാർത്ഥനയുടെ നടുവിൽ 9-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം പോളിനോട് പറയുകയാണ്, അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ thee, for my strength is made perfect in weakness. നീ വീക്കായിരിക്കുന്നിടത്ത്. ബലഹീനതയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾ ഒരാൾ അവനൊരു ബലഹീനതയുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് for my strength is made perfect in weakness. ഞാൻ വീക്കായിരിക്കുന്ന, ഞാൻ ബലഹീനമായിരിക്കുന്ന, എനിക്ക് തന്നെ താൻ ജയിക്കുവാൻ കഴിയാത്ത, എനിക്ക് തന്നെ താൻ ഓവർകം ചെയ്യാൻ കഴിയാത്ത, എനിക്ക് തന്നെ താൻ പുറത്തു വരുവാൻ കഴിയാത്ത ആ പ്രതിസന്ധിയുടെ മേൽ വെളിപ്പെടുന്ന ഒരു ദൈവകൃപ, ആ കൃപ നിങ്ങളെ വിജയിപ്പിക്കും. ആ ദൈവകൃപ നിങ്ങളെ ശക്തരാക്കി മാറ്റും. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. 2 പദങ്ങൾ അവിടെ കാണാൻ. നമ്പർ 1 ഈസ് ഗ്രേസ്, നമ്പർ 2 ഈസ് പവർ. ഹല്ലേലൂയ. കൃപയും ശക്തിയും. പറഞ്ഞേ, കൃപയും ശക്തി. ഈ പറഞ്ഞ 2 പദങ്ങൾ 2 കൊരിന്ത്യർ 12:9 ഉണ്ടോന്ന് നോക്കിയേ. ഈ 2 പദങ്ങളും അതി ഉണ്ടോ നോക്കിയേ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയെ തികയും. നീ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, നിനക്ക് തന്നെ താൻ ചിലത് ജയിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, നിന്റെ പ്രാണനോടും ആത്മാവിനോടും ചിന്തയോടും പൈശാചിക മണ്ഡലം പോരാടുമ്പോൾ, ആവശ്യമില്ലാത്ത സങ്കല്പങ്ങളിലും ചിന്തകളിലും വിചാരങ്ങളിലും ആങ്സൈറ്റിയിലും ആകുലതയിലും ഭയത്തിലും ശത്രുവിനെ വലിച്ചുകൊണ്ടിടുമ്പോൾ, സ്വർഗത്തിലെ ദൈവം പറയുന്നു, അവനെ ഓവർകം ചെയ്യുന്ന ഒരു പവർ, അതിനെ ഓവർകം ചെയ്യുന്ന ഒരു പവർ. നിങ്ങൾക്കറിയാമോ, ഏതെല്ലാം ദൈവത്തിന്റെ ദാസന്മാർ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ പോയിട്ടുണ്ടോ, അവിടെ അപ്പോഴെല്ലാമാണ് ഏറ്റവും നല്ല പ്രസംഗങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഭക്തൻ, പാട്ടെഴുതുന്ന ഒരു ഭക്തൻ, പാട്ടെഴുതാൻ കൃപയുള്ള ഒരു ഭക്തൻ ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ടോ, അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പാട്ട് അവൻ എഴുതിയത് അവന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഞാൻ പ്രസംഗിക്കുന്ന ഒത്തിരി മെസ്സേജുകളുണ്ട്. പക്ഷെ അതിനകത്ത് എന്നെ ബലപ്പെടുത്തിയ ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ എവിടെ വെച്ച് കണ്ടാലും ആ മെസ്സേജ് എന്നെ ശക്തീകരിച്ചെന്ന് പറയുന്ന ചില മെസ്സേജുകളുണ്ട്. അതൊക്കെ എന്റെ പ്രതിസന്ധിയിൽ പുറത്തു വന്ന മെസ്സേജുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വ്യത്യസ്തമായ നിലകളിലുള്ള വീക്കാകുന്ന സാഹചര്യത്തിലൂടെ, ബലഹീനതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്, നമ്മളിൽ വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്.
ആ ശക്തി നമ്മളെ ശക്തരാക്കി മാറ്റും. 10-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ അതിസന്തോഷത്തോടെ ആ ബലഹീനതയിൽ പ്രശംസിക്കുകയുണ്ട്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞരക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഇതെല്ലാം സഹിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ വിചാരങ്ങളിൽ ഒക്കെ വെളിപ്പെടുന്ന സകല ആകുലതകളെയും ദൈവകരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിന് വലിയൊരു കൃപ നിങ്ങളെ കവർ ചെയ്യട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നിങ്ങളെ കവർ ചെയ്യട്ടെ.